വെള്ളത്തൊക്കെ ആളിനെ കയറി ചേട്ടാ. ബേടകം 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 ബേടകം. എന്താ പറ്റിയത്? നീ എന്തിനാ എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറി പോകുന്നേ? എനിക്കൊടുത്ത ബാങ്കിലെ ജോലി കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ. പത്മ പോ. എനിക്കറിയണോ എന്താ നിന്റെ പ്രശ്നമെന്ന്. പത്മ, എന്നോട് അടുക്കാതിരിക്കുന്ന പത്മയ്ക്ക് നല്ലത്. അതെന്താന്ന് എനിക്ക് അറിയണ്ട്. പത്മ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ. ആരുമില്ലാതിരുന്ന് എന്നെ എടുത്തു വളർത്തിയത് ഗോവിന്ദൻ എന്നൊരാളാണ്. എന്നെ സ്വന്തം മകനെ പോലെ അവർ നോക്കി. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ചേച്ചി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ചേച്ചിയുടെ ഭർത്താവ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. പിന്നീട് പലയിടത്തും ജോലി അന്വേഷിച്ച് നടന്നു. ഒടുവിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു. അത് പഴയ കാര്യല്ലേ. ഇപ്പൊ വിഷ്ണു തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്തു വന്നാലും ഞാൻ കൂടെയുണ്ട്. അല്ല പത്മ, ഞാൻ ഇപ്പോഴും ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അത് തന്നോട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ ചതിക്കാനാണ്. എന്നെങ്കിലും ബോംബെയിൽ നിന്ന് സ്വർണ്ണം അന്വേഷിച്ച ആളുകൾ വരുമെന്ന് ഭട്ട് പേടിച്ചിരുന്നു. അതറിയാമായിരുന്ന ഷാനവാസും വിജയും ഭട്ടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ ഇറക്കി. ഭട്ട് ശരിക്കും പേടിച്ചു. എൻ്റെ പുറകെയുള്ള മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടി ആരുടേതാണെന്ന് അറിയണം. എന്തിനാണ് അവർ പുറകെയുള്ളതെന്നും അറിയണം. ഞാനവിടെയൊക്കെ അന്വേഷിച്ചായിരുന്നു. ചേസ് ചെയ്ത വണ്ടി പിടിക്കാൻ പറ്റില്ല. അവന്മാര് പോയി കാണും. ഇല്ല, അവർ ഇവിടെ തന്നെ ഉണ്ട്. എനിക്കറിയാം. നീ
നീ ശരിയായിട്ട് അന്വേഷിച്ചിട്ടില്ല. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ സൂക്ഷിക്കണം. റെയ്ഡ് നടന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി സ്വർണം ഉണ്ടെന്ന് നാട്ടുകാർ മൊത്തത്തിൽ പറയുന്നുണ്ട്. ಹೌದು ಸರ್, ಇವರು ಚೊಲ್ಲುന്നത് കറക്റ്റ്. ജന എന്നെ ಹೇಳುದಾರು സ്വർണമുണ്ടോ, ഇത് സത്യമാണോ? ആ അങ്ങനെയല്ല ഉണ്ടാ. ഞാൻ ആ ഇൻകം ടാക്സ് ഓഫീസറെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ആള് മഹാപശുക. ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അയാളെ ഏതറ്റം വരെയും പിടിക്കുക. സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുന്നത് നല്ലത്. അതിനെന്തെല്ലാം വഴികളുണ്ട്. ആ വിജയ്, ആ സാർ. ഞാൻ ഭട്ടിനെ കണ്ടായിരുന്നു. ബോംബെക്കാരെ ഇറക്കി നീട്ടിട്ടുണ്ട്. ഭട്ട് ശരിക്കും പേടിച്ചു. ഗുഡ്. ആ ഇൻകം ടാക്സ് റേറ്റും ഗുണം ചെയ്തു. ചുരുക്കം പറഞ്ഞ ഭട്ടിന്റെ കയ്യിലുള്ള സ്വർണം പുറത്തെടുക്കാൻ സമയമായി അല്ലേ? അതെ അതെ, സ്വർണം കാശാക്കി മാറ്റാൻ നമ്മുടെ ബാങ്ക് വഴി പറ്റുമെന്ന് ഇനി ഭട്ടിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യാം സാർ. ഞാൻ വിളിക്കാം. ശരി. സർ, ഇറ്റ്സ് വെരി സ്ട്രോങ്. സേഫ് ആണ് സർ. സാർ, ഒരു ഇൻകം ടാക്സ് ഓഫീസർ വിചാരിച്ചാലും ഇവിടുന്ന് സ്വർണ്ണം എടുക്കാനോ കൊണ്ടുപോകാനോ നിയമം വരാൻ പറ്റില്ല. അതെ സർ. സർ പ്ലീസ്. സർ, നമ്മുടെ നാട്ടിൽ ഏകദേശം 600ഓളം പേരുടെ സേവിങ്സ് അക്കൗണ്ട് നമ്മുടെ ഈ ബ്രാഞ്ചിലുണ്ട്. ആ അക്കൗണ്ടുകൾ വഴി സാറിന്റെ സ്വർണം പണയം വെക്കാം. പിന്നെ ഇപ്പോഴത്തെ ഗോൾഡ് സ്കീം അനുസരിച്ച് 90% പണം കിട്ടും. യെസ് സർ. പണം വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലീഗൽ നോ സർ. ഇത്രയും സ്വർണം ഒരുമിച്ച് വന്ന നിങ്ങളുടെ ഉന്നതാധികാരിക്ക് സംശയം തോന്നില്ലേ? ചെറിയ സംശയം തോന്നും സർ, പക്ഷെ തെളിയിക്കാൻ പറ്റില്ല. സാർ, അതിനൊരു വഴിയുണ്ട്. എന്താ അത്? സാർ, എല്ലാവരുടെയും ഡീറ്റെയിൽസ് കയ്യിലുള്ളതുകൊണ്ട് പല ബ്രാഞ്ചുകളിൽ നിന്ന് നമുക്ക് സ്വർണം പണയം വെപ്പിക്കും. ആർക്കും സംശയം തോന്നും. അത് ശരിയാ. എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഗുണമുണ്ടാവും. ഇല്ല സർ, അതൊന്നും പേടിക്കണ്ട. ഇതെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. എനിക്ക് വിശ്വാസമായി. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? 600ഓളം പണയ രസീതുകൾ നമുക്ക് റെഡിയാക്കണം. ഇന്ന് ചൊവ്വാഴ്ച, വ്യാഴാഴ്ച രാത്രി നമുക്ക് ചെയ്യാം സർ. വ്യാഴാഴ്ച ശരി. ഭട്ട് തന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് അളന്നു തൂക്കി വേണം പണയ രസീതുകൾ റെഡിയാക്കാൻ. കൃത്യമായി 150 കിലോ സ്വർണത്തിനുള്ള പേപ്പറുകൾ റെഡിയാക്കണം. അയാൾക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ല. വ്യാഴാഴ്ച രാത്രി സ്വർണവുമായി ഭട്ട് വിടുത്തു. പിന്നീടുള്ള ദിവസങ്ങൾ ബാങ്കിന് അവധി കൊടുത്ത് ലോക്കറിലെ സ്വർണവുമായി നമ്മൾ ഇവിടുന്ന് മുങ്ങും. ഇതാണ് എൻ്റെ പ്ലാൻ. വേറെ വല്ലവർക്കും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അറിയാലോ.